മലയാളത്തിൽ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് ഷാഫി. 2 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ഒരു തമിഴ് സിനിമയടക്കം 18 സിനിമകൾ സംവിധാനം ചെയ്തു. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന സിനിമ. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുകയാണ്. ലിഡിയ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? മറ്റു ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം ഇതൊക്കെ എപ്പോഴാണ്? ഇന്നലെ രാത്രി ഏകദേശം ഒരു 12:30യോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കുറെ നാളുകളായി പക്ഷാഘാതത്തെ തുടർന്ന് ഈ മാസം 16-നാണ് പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അത് കഴിഞ്ഞ് ചികിത്സയിലായിരുന്നു. 2001 പുറത്തിറങ്ങിയ വൺമാൻ ഷോ ആണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ പിന്നീട് ഇങ്ങോട്ട് വലിയ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ്. 9 മണി മുതൽ 12 മണി വരെയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ വീട്. അതുകൊണ്ട് തന്നെ എറണാകുളം എളമക്കരയിലാണ് അദ്ദേഹത്തിന്റെ വീട്. കണ്ണൂർ മണാട്ടിപ്പറമ്പിലെ കൊച്ചിൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ പൊതുദർശനമുണ്ട്. പിന്നീട് 12 മണി വരെ അവിടെ പൊതുദർശനം. അത് കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്ക് സംസ്കാരം. ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മെയ് 16-ന് പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ജീവൻ നിലനിർത്താനുള്ള എല്ലാ സാധ്യതകളും എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്തു. എന്നാൽ ആന്തരിക രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ നില എന്ന് പറയുന്നത്. അതേ തുടർന്നാണ് വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഇന്നലെ പുലർച്ചെ 12:30യോടെ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച, അല്ലെങ്കിൽ മലയാളിക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന, എന്നും നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന നിരവധി സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ്. നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം തൊട്ട്, നമ്മുടെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമകൾ കണ്ടാണ് നമ്മൾ വളർന്നത് എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ വളരെ ഹിറ്റ് സിനിമകൾ, ഒരുപാട് ഹിറ്റ് സിനിമകൾ ഇത്തരത്തിൽ വൺമാൻ ഷോയിൽ തുടങ്ങി മായാവിയും തൊമ്മനും മക്കളും, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ചട്ടന്റെ നാടടക്കം നിരവധി ഹാസ്യ ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ കൊണ്ടാണ് നമ്മളെ ചിരിപ്പിച്ച ഒരു സംവിധായകനാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത എന്ന് പറയുന്നത് വളരെ മലയാളിക്ക് എല്ലാവർക്കും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ലിഡിയ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഷാഫിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാലങ്ങൾക്കിപ്പുറവും മലയാള സിനിമയിലെ കോമഡി സിനിമകളുടെ അവതരണ ശൈലി തന്നെ മാറിയെങ്കിലും ഷാഫിയുടെ സിനിമകൾ മലയാള സിനിമാ പ്രേമികൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഷാഫിയുടെ സിനിമാ തട്ടകം എന്ന് പറയുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നപ്പോൾ സിജോ വി ജോണും കൂടെ ഉണ്ട് ഇപ്പോൾ ലിഡിയോയ്ക്കൊപ്പം. സിജോ, ഈ ഷാഫിയുടെ സിനിമാ തട്ടകം എന്ന് പറയുന്നത് കൊച്ചിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സഹോദരങ്ങളടക്കം നിലകൊള്ളുന്നതും കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചിയിലെ സിനിമ ആളുകൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തെ അനുസ്മരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ് ഈ സംവിധായകൻ്റെ വേർപാടെന്നുള്ളത്. വലിയ ഒരു നഷ്ടം തന്നെയാണ് സിനിമാ മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അജയ് പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയാണ് അദ്ദേഹത്തിന്റെ ഒരു തട്ടവും കൂടിയായിരുന്നത്. അമ്മയുടെ തറവാട് വീട് കൊച്ചിയായിരുന്നു. അങ്ങനെ ഒരു സിനിമയിലേക്കുള്ള ഒരു വരവും ഒക്കെ, അല്ലെ ഒരു ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ആ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിൽ വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 16-ാം തീയതിയാണ് ഷാഫിയെ പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ നിരന്തരം ആശുപത്രിയിൽ എത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസമാണ് മമ്മൂട്ടി വന്നത്. മിനിഞ്ഞാന്നും അതിന്റെ തലേ ദിവസവും ഒക്കെ വൈകിട്ടും ഒക്കെ മമ്മൂട്ടി വന്ന് ഷാഫിയെ കണ്ടു. അതോടൊപ്പം തന്നെ രാജസേനൻ, സിബി മലയിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾ, ബി ഉണ്ണികൃഷ്ണൻ അതോടൊപ്പം തന്നെ ബാദുഷയൊക്കെ സ്ഥിരം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എപ്പോഴും വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സമയം മുതൽ അദ്ദേഹത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാവരും ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് മരണം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് സിനിമാ മേഖലയിലുള്ള കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന്റെ നാടും അതോടൊപ്പം തന്നെ ഒക്കെ അതിനുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെന്നുള്ള കാര്യം പറയേണ്ടി വരും. കാരണം ഷാഫിയുടെ സിനിമയിലേക്കുള്ള ഒരു വരവ് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ ചെറുപ്പം മുതലേ ഒരു സിനിമ ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഷാഫി എന്ന തരത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ ഒരു സിനിമ കുടുംബം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു കൂട്ടുകുടുംബമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 40ഓളം പേരായിരുന്നു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അതില് ഡ്രാമ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതൽ തന്നെ ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചർച്ചകൾ കേട്ടാണ് വളർന്നത്. അതായത് 1ാം ക്ലാസ്സുകളിലൊക്കെ മറ്റു പഠനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമകളെ കുറിച്ചാണ് ഈ കൂടുതലും കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു താനും. അതിന്റെ ചെറുപ്പത്തിൽ കസിൻസ് ഒക്കെ ഒത്തിരി ആളുകളുണ്ട്. അവരൊപ്പം തന്നെ വളരെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഷാഫി ആണെങ്കിൽ ഈ സിനിമകൾക്ക് തിയേറ്ററിൽ കാണുന്നതിന് വേണ്ടി നേരിട്ട് പോയി തിയേറ്ററിലൊക്കെ പോയി കാണുന്ന ഒരു അനുഭവം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇനി സിനിമയിലേക്ക് ഷാഫിയുടെ ഒരു വരവ്, നമ്മള് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടില് സിദ്ദിഖ് ഉണ്ടല്ലോ, സിദ്ദിഖ് ആണെങ്കിൽ ഷാഫിയുടെ അമ്മാവനാണ്. അങ്ങനെ ഈ അമ്മാവൻ സിനിമകളിലേക്ക് വരുന്നു, സിനിമകൾ എടുക്കുന്നു. അപ്പോ ഷാഫിയുടെ സഹോദരൻ റാഫിയാണ് ആദ്യം സിനിമാ മേഖലയിലേക്ക് ആ കുടുംബത്തിൽ ആ തലമുറയിൽ നിന്ന് കടന്നു വരുന്നത്. അസിസ്റ്റന്റ് ആയിട്ട് വരുന്നു. അതിനുശേഷം സ്വന്തമായി സിനിമകൾ സംവിധാനം ചെയ്യുന്നു. അങ്ങനെ ഈ റാഫി ഈ സിനിമകൾ ഹിറ്റ് സിനിമകൾ വരുന്നുണ്ട്. അത്തരം ഈ കുറെ സിനിമകൾ വരുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഞാനും ഇനി എന്തായാലും അങ്ങനെ സിനിമയിലേക്ക് വരികയാണെന്ന് എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് 90കളുടെ പകുതിയോട് കൂടിയിട്ട് ഷാഫിയും സിനിമയിലേക്ക് വരികയും ചെയ്തിരുന്നത്. ആദ്യം സിദ്ദിഖിന്റെ സഹസംവിധായകനായി വരുന്നു, പിന്നീട് റാഫിക്കൊപ്പം വരുന്നു. അതിനുശേഷം സംവിധായകൻ രാജസേനൊപ്പം നിരവധി സിനിമകളിൽ നിരവധി ഹിറ്റ് സിനിമകളിൽ സഹസംവിധായകനായി വരുന്നു. അതിനുശേഷം സ്വന്തമായി ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹവുമായി വർഷങ്ങളോളം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. പക്ഷെ പല ആളുകളെയും അപ്രോച്ച് ചെയ്യുമ്പോഴും സ്വന്തം സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ തെങ്കാശിപ്പട്ടണം എന്ന ഒരു സിനിമ അതിന്റെ ഒരു ഫൈനൽ പാക്കറ്റ് നടക്കുന്ന സമയത്താണ് സുഹൃത്തുക്കൾ സഹോദരൻ റാഫിയോട് ചോദിക്കുന്നത്, ഇനി എന്താണ് ഇനി നിങ്ങളുടെ സിനിമ എന്ന് ചോദിക്കുകയാണ്. അത് സിനിമ സംവിധാനം ചെയ്തിരുന്നത്, തെങ്കാശിപ്പട്ടണം സംവിധാനം ചെയ്തിരുന്നത് റാഫി മക്കാട്ടിനായിരുന്നു. അപ്പോ അന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് അടുത്ത പ്രോജക്റ്റ് എന്ന് ചോദിക്കുന്നത്. ഇനി എനിക്ക് ഷാഫിക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഷാഫി ഇങ്ങനെ അറിയുന്നത്, ഇനി എന്റെ ഒരു സിനിമ വരാൻ പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ തൊട്ടടുത്ത വർഷമാണ് സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ 1 man ഷോ സഹോദരൻ റാഫിയുടെ തിരക്കഥയിലാണ് ഷാഫി ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്തത്. അന്ന് അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം വർഷം സഹസംവിധായകനായി അദ്ദേഹം സിനിമകൾ ചെയ്തിരുന്നുവെങ്കിൽ പോലും ആദ്യ സിനിമയിലേക്ക് പോകുമ്പോൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു ആ സിനിമയെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അത്രയും മാനസികമായ സംഘർഷം അനുഭവിച്ചിരുന്നു എന്നാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ആ സിനിമ വളരെ നന്നായി സക്സസ് ആവുന്നു. തുടർന്ന് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. കല്യാണരാമനാണ് അടുത്ത സിനിമകളിൽ വരുന്നത്. നമുക്കിപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഇപ്പോൾ പുതിയ സിനിമകൾ ഇറങ്ങുന്നു, അതിനുശേഷം ഒരു ബ്രേക്കിലൊക്കെ നമ്മൾ ടിവികളിലൊക്കെ സിനിമ കാണുമ്പോൾ ഈ സിനിമകൾ ടിവിയിൽ വരുന്ന സിനിമകൾ അല്ലെങ്കിൽ സിനിമാധിഷ്ഠിത പരിപാടികൾ, കോമഡി രംഗങ്ങൾ കാണുമ്പോൾ 10 സിനിമകൾ കോമഡി രംഗങ്ങൾ കാണുകയാണെങ്കിൽ 2 or 3 എണ്ണമെങ്കിലും ഷാഫിയുടെ ആയിട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരു നിര തന്നെ, കോമഡി സിനിമകളുടെ ഒരു വലിയ നിര തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു കഥ ഉണ്ടാവണം, ആ കഥയോടൊപ്പം ഈ കോമഡി കോർത്തിണക്കി ഒരു പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ എന്ന നിലയിലേക്ക് മേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, മറ്റു സിനിമകളെ അദ്ദേഹം ഇഷ്ടമാണ്. ഈ കലാമൂല്യമുള്ള സിനിമകളെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയ്ക്ക് എന്നും ഷാഫി സമ്മാനിച്ചിട്ടുള്ളത് മികച്ച ഹാസ്യ കഥാപാത്രങ്ങളെ തന്നെയാണ്. അത് ഓർമ്മയാക്കിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്നുള്ളത്. ചട്ടമ്പി നാടിലെ ദശമൂലം ദാമുവിനെ പോലും, പുലിവാൽ കല്യാണത്തിലെ മണവാളിനെയും ധർമ്മേന്ദ്രനെയും പോലെയും, കല്യാണരാമനിലെ പ്യാരിയും പൂഞ്ഞിക്കരയും പോലെ മലയാളികൾ എന്നും എക്കാലവും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് കഥാപാത്രങ്ങളും ഓർത്തിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.